നമസ്കാരം. നയതന്ത്ര രംഗത്ത് സമാധാനത്തിൻ്റെ മധ്യസ്ഥനായി സ്വയം അവരോധിക്കുകയും അതേസമയം തന്നെ നിഗൂഢമായ സൈനിക നീക്കങ്ങളിലൂടെ അയൽരാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് ആഗോളതലത്തിൽ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നിഷ്പക്ഷ ശക്തിയെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുവാൻ കിണഞ്ഞ് ശ്രമിക്കുമ്പോഴാണ് ഇറാൻ്റെ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ അതിസുരക്ഷാ മേഖലയായ നൂർഖാൻ വ്യോമതാവളത്തിൽ പാകിസ്ഥാൻ രഹസ്യമായി താവളമൊരുക്കിയെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. CBS ന്യൂസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവിട്ട ഈ വിവരങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വിശ്വസ്തതയെയും അവരുടെ നയതന്ത്ര നിലപാടുകളെയും പൂർണ്ണമായും സംശയ നിഴലിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിർണായകമായ കൂടിക്കാഴ്ചയ്ക്കായി ബെയ്ജിങ്ങിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് പുറത്തു വന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഏപ്രിൽ 1 ട്രംപ് ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇറാൻ്റെ നിരവധി വിമാനങ്ങൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിലേക്ക് മാറ്റപ്പെട്ടത്. VVIP നീക്കങ്ങൾക്കും തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ താവളം ഇറാൻ്റെ വിമാനങ്ങൾ ഒളിപ്പിക്കാനായി വിട്ടു നൽകിയത് വഴി പാകിസ്ഥാൻ ഇറാനുമായുള്ള തങ്ങളുടെ രഹസ്യ ബാന്ധവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടണിന് മുന്നിൽ തങ്ങൾ മധ്യസ്ഥരാണെന്ന് അവകാശപ്പെടുമ്പോഴും തിരശീലയ്ക്ക് പിന്നിൽ അവർ ഇറാൻ്റെ സൈനിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുൻഗണന നൽകിയത് എന്ന് വ്യക്തമാണ്. പാകിസ്ഥാൻ്റെ സൈനിക ആവശ്യങ്ങൾക്കായി അവർ ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് ഈ ഇരട്ടത്താപ്പിന് പിന്നിലെ പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2020-നും 2024-നും ഇടയിൽ പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളുടെ 80% ചൈനയിൽ നിന്നായിരുന്നു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ചൈനയുമായുള്ള ഈ അമിതമായ ബന്ധം കാരണം ഇറാൻ്റെ കാര്യത്തിൽ ചൈനയ്ക്ക് താൽപ്പര്യമുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുന്നു. അമേരിക്കയെ പിണക്കാതിരിക്കാൻ മധ്യസ്ഥൻ എന്ന വേഷം കെട്ടുകയും അതേസമയം തന്നെ ബെയ്ജിങ്ങിൻ്റെയും ടെഹ്റാൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന അപകടകരമായ കളിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കളിക്കുന്നത്. എന്നാൽ നൂർഖാൻ വ്യോമതാവളത്തിലെ വിമാന നീക്കങ്ങൾ പുറത്തായതോടെ ഈ കൗശലം പരാജയപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും ഇറാൻ്റെ വിമാനങ്ങൾ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് എങ്കിലും താലിബാൻ ഭരണകൂടം അതെല്ലാം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നത് അവരെ നയതന്ത്രപരമായി വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ഒരു വശത്ത് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും മറുവശത്ത് അമേരിക്കയുടെ ശത്രുവായ ഇറാൻ്റെ സൈനിക അസ്ഥികൾക്ക് സംരക്ഷണം ഒഴുകുകയും ചെയ്യുന്നത് ആഗോളതലത്തിൽ പാകിസ്ഥാൻ്റെ വിശ്വാസ്യത തകർക്കും. തങ്ങളുടെ ഹ്രസ്വകാല ലാഭങ്ങൾക്കായി തത്വദീക്ഷയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന പാകിസ്ഥാൻ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല എന്ന വിമർശനത്തിന് ഈ സംഭവം അടിവരയിടുന്നു. ചുരുക്കത്തിൽ നിഷ്പക്ഷമായൊരു മധ്യസ്ഥൻ എന്ന നിലയിൽ ലോകത്തിനു മുന്നിൽ സ്വയം ഉയർത്തിക്കാട്ടാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ ഇതോടെ പാളിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അവസരവാദം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ ഇനി വിശ്വസിക്കുവാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗൂഢാലോചനകൾ അണിയറയിൽ എത്ര രഹസ്യമായി ആസൂത്രണം ചെയ്താലും അത് ഒരു ദിവസം പുറത്തു വരും എന്നും അത്തരം ഇരട്ടത്താപ്പുകൾ രാജ്യത്തിൻ്റെ അന്തസ്സിനെ ആഗോളതലത്തിൽ ഇല്ലാതാക്കുമെന്നും പാകിസ്ഥാൻ ലഭിച്ച ഈ തിരിച്ചടി വ്യക്തമാക്കുന്നു. സമാധാനത്തിൻ്റെ വക്താക്കളായി ചമയുന്ന ഇസ്ലാമാബാദ് സത്യത്തിൽ സംഘർഷത്തിൻ്റെ ഗുണഭോക്താക്കളാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന സത്യമാണ് നൂർഖാൻ താവളത്തിലെ വിമാനങ്ങൾ ലോകത്തോട് പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഈ സമയത്ത് അമേരിക്കയുടെ മുഖ്യ ശത്രുവായ ഇറാൻ്റെ സൈനിക ആസ്തികൾക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് വഴിമരുന്നിടും. ഇത്തരം സാഹചര്യങ്ങളിൽ ഇറാൻ്റെ വിമാനങ്ങളെ നശിപ്പിക്കാനായി അമേരിക്ക നൂർഖാൻ താവളത്തിന് നേരെ വ്യോമാക്രമണമോ മിസൈൽ ആക്രമണമോ നടത്താനുള്ള സാധ്യതകളെക്കുറിച്ച് പ്രതിരോധ വിദഗ്ധർ ഗൗരവകരമായ ചർച്ചകളാണ് നടത്തുന്നത്. ഒരു പരമാധികാര രാഷ്ട്രമായ പാകിസ്ഥാൻ്റെ മണ്ണിൽ അമേരിക്കൻ സേന നേരിട്ട് ആക്രമണം നടത്തുമോ എന്നത് നയതന്ത്രപരമായും സൈനികമായും ഏറെ സങ്കീർണമായ ഒന്നാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സൈനിക ശേഷിയെ തകർക്കുക എന്നത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇറാനിയൻ വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ അതിർത്തിക്കുള്ളിൽ സുരക്ഷിതമായിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഒരു നയതന്ത്ര മധ്യസ്ഥനായി ചമയുന്ന പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇറാൻ്റെ വിമാനങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം പെട്ടെന്നൊരു ആക്രമണം നടത്തുവാൻ അമേരിക്ക മുതിരില്ല. പാകിസ്ഥാൻ ഒരു ആണവായുധ രാഷ്ട്രമാണ് എന്നതും അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായി ദീർഘകാലം നിലകൊണ്ട രാജ്യമാണ് എന്നതും ഇതിന് കാരണമാണ്. എങ്കിലും ഭീകരവാദികളെ വേട്ടയാടാൻ മുൻപ് അബോട്ടാബാദിൽ നടത്തിയ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ പോലെയുള്ള രഹസ്യ നീക്കങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഉള്ളതിനാൽ അതിശക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചാൽ നൂർഖാൻ വ്യോമതാവളത്തിലെ വിമാനങ്ങളെ ലക്ഷ്യം വയ്ക്കുവാനും അവർക്ക് മടിയുണ്ടാകില്ല. പാകിസ്ഥാൻ ഭരണകൂടം ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം അമേരിക്കയെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഉപരോധങ്ങൾ മുതൽ സൈനിക നടപടികൾ വരെ നീളുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ഇറാൻ്റെ വിമാനങ്ങൾക്ക് ഇന്ധനം നൽകാനോ അവ പറന്നുയരാനോ പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ടെന്ന് വ്യക്തമായാൽ അത് യുദ്ധക്കുറ്റത്തിന് തുല്യമായ നടപടിയായി അമേരിക്ക കണക്കാക്കും. റാവൽപിണ്ടി പോലുള്ള ജനസാന്ദ്രതയുള്ള നഗരത്തിന് തൊട്ടടുത്താണ് നൂർഖാൻ താവളം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ
ഒരു വ്യോമാക്രമണം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും സാധാരണക്കാരുടെ മരണത്തിനും കാരണമാകും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നതിനാൽ വിമാനങ്ങളെ തകർക്കുവാൻ സൈബർ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള അതിസൂക്ഷ്മമായ ശസ്ത്രക്രിയ പോലുള്ള നീക്കങ്ങളോ നടത്താനാണ് അമേരിക്കൻ സേന മുൻഗണന നൽകുക. കൂടാതെ ചൈനയുമായുള്ള പാകിസ്ഥാന്റെ അടുത്ത ബന്ധവും അമേരിക്കയുടെ നീക്കങ്ങളെ സ്വാധീനിക്കും. ചൈനയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയിൽ അമേരിക്ക നടത്തുന്ന ഏതൊരു സൈനിക നീക്കവും ആഗോളതലത്തിൽ വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നൂർഖാൻ താവളത്തിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് അമേരിക്ക നയതന്ത്രപരമായ സമ്മർദ്ദങ്ങളായിരിക്കും പാകിസ്ഥാന് മേൽ ആദ്യം ചെലുത്തുക. ഇറാന്റെ വിമാനങ്ങൾ തിരികെ അയക്കുവാനോ അല്ലെങ്കിൽ അവ പിടിച്ചെടുക്കാനോ പാകിസ്ഥാനോട് ആവശ്യപ്പെടാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇതിനോട് പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും വരും ദിവസങ്ങളിൽ മേഖലയിലെ സമാധാനം നിശ്ചയിക്കുന്നത്. ചുരുക്കത്തിൽ നൂർഖാൻ വ്യോമതാവളത്തിൽ അമേരിക്ക ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എങ്കിലും അതിന് അത്ര ലളിതമായ ഒരു നീക്കമായിരിക്കില്ല. ഇറാന്റെ വിമാനങ്ങൾ അവിടെയുള്ളത് അമേരിക്കയ്ക്ക് നൽകുന്ന പ്രകോപനം ചെറുതല്ല. പാകിസ്ഥാൻ കളിക്കുന്ന ഈ ഇരട്ടത്താപ്പ് അവരെ വലിയൊരു സൈനിക ദുരന്തത്തിലേക്ക് നയിക്കാൻ സാധ്യത ഏറെയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തി ശത്രുക്കൾക്ക് അഭയം നൽകുന്നത് പാകിസ്ഥാന്റെ തന്നെ നാശത്തിന് വഴിമരുന്നിടും എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിലും പ്രാദേശിക സുരക്ഷയിലും അമേരിക്കയുടെ മുഖ്യ സഖ്യകക്ഷി സ്വയം അവരോധിക്കുമ്പോഴും ശത്രുപക്ഷത്തുള്ള ഇറാനെ രഹസ്യമായി സഹായിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വഞ്ചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദശകങ്ങളായി പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അമേരിക്കൻ സഹായങ്ങൾ നിർത്തലാക്കപ്പെട്ടാൽ അത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലായിരിക്കും നയിക്കുക. അമേരിക്ക നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കാൻ ഈ സംഭവം മതിയായ കാരണമാണ് എന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കൻ കോൺഗ്രസിലെ പല പ്രമുഖരും പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെതിരെ മുൻപേ തന്നെ രംഗത്തുണ്ട്. ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് താവളമൊരുക്കിയത് വഴി അമേരിക്കയുടെ ഉപരോധങ്ങളെയും ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങളെയും പാകിസ്ഥാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഫോറിൻ മിലിറ്ററി ഫിനാൻസിംഗ് പോലെയുള്ള പദ്ധതികൾ വഴി പാകിസ്ഥാൻ ലഭിക്കുന്ന സാങ്കേതികവും സൈനികവുമായ സഹായങ്ങൾ നിർത്തലാക്കപ്പെടാൻ സാധ്യതകൾ ഏറെയാണ്. പാകിസ്ഥാന് മധ്യസ്ഥന്റെ വേഷമല്ല, മറിച്ച് ശത്രുക്കളെ സഹായിക്കുന്ന രാജ്യത്തിൻ്റെ പദവിയാണ് ഇനി കൽപ്പിക്കപ്പെടുക എന്ന ഷിൽസെ ഗ്രഹാമിനെ പോലെയുള്ളവരുടെ പ്രസ്താവനകൾ ഈ സൂചനയാണ് നൽകുന്നത്. അമേരിക്ക സഹായം നിർത്തിയാൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ആദ്യത്തെ വലിയ പ്രതിസന്ധി സാമ്പത്തിക തകർച്ചയായിരിക്കും. നിലവിൽ തന്നെ IMF നിന്നുള്ള വായ്പകൾക്കും മറ്റ് അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾക്കുമായി പാകിസ്ഥാൻ അമേരിക്കയുടെ നയതന്ത്ര പിന്തുണയാണ് ആശ്രയിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം കർശന നിലപാട് സ്വീകരിച്ചാൽ IMF വായ്പകൾ തടസ്സപ്പെടുകയും രാജ്യം പൂർണ്ണമായ പാപ്പരത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. വിദേശ നാണ്യശേഖരം കുറഞ്ഞു വരുന്ന പാകിസ്ഥാന് ഇന്ധനം, മരുന്ന്, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ഇറക്കുമതി നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഇതോടെ സംജാതമാകും. രാജ്യത്തെ പണപ്പെരുപ്പ് നിയന്ത്രണാതീതമാവുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്നത് ആഭ്യന്തര കലാപങ്ങളിലേക്ക് നയിക്കും. സൈനിക രംഗത്തും പാകിസ്ഥാൻ ഈ നീക്കം കനത്ത പ്രഹരമായിരിക്കും. പാക് വ്യോമസേന ഉപയോഗിക്കുന്ന F-16 വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക യുദ്ധോപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും സ്പെയർ പാർട്സുകൾക്കുമായി അവർക്ക് അമേരിക്കയെ ആശ്രയിക്കാതെ വയ്യ. സഹായങ്ങൾ നിർത്തലാക്കുന്നതിനൊപ്പം ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ പാകിസ്ഥാൻ്റെ പകുതിയിലധികം സൈനിക ആസ്തികളും പ്രവർത്തനരഹിതമാകും. ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തുകയും അയൽ രാജ്യങ്ങളുമായുള്ള ശക്തി സമനിലയിൽ പാകിസ്ഥാനെ പിന്നിലാക്കുകയും ചെയ്യും. ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾ കൊണ്ട് മാത്രം അമേരിക്കൻ സാങ്കേതികവിദ്യയുടെ വിടവ് നികത്തുവാൻ അവർക്ക് സാധിക്കില്ല. അമേരിക്കൻ സഹായം നഷ്ടപ്പെട്ടാൽ പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലാവുക എന്ന അപകടവും നിലനിൽക്കുന്നുണ്ട്. കടക്കണിയിൽ വീണ്ടു നിൽക്കുന്ന പാകിസ്ഥാന്റെ തന്ത്രപരമായ ആസ്തികൾ ചൈന കൈക്കലാക്കുകയും രാജ്യം ഒരു വടക്കൻ കൊറിയ മോഡൽ ഏകപക്ഷീയമായ ഭരണത്തിന് കീഴിലാവുകയും ചെയ്യും. ഇത് പാകിസ്ഥാന്റെ പരമാധികാരത്തെ തന്നെ ഇല്ലാതാക്കും. കൂടാതെ ഇറാനുമായി കൈകോർക്കുന്നത് വഴി സൗദി അറേബ്യ പോലെയുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ അതൃപ്തിക്കും പാകിസ്ഥാൻ പാത്രമാകും. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണയും നിക്ഷേപങ്ങളും ഇല്ലാതാകുന്നത് പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തും. ചുരുക്കത്തിൽ നൂർഖാൻ താവളത്തിലെ ഇറാന്റെ വിമാനങ്ങൾ പാകിസ്ഥാന്റെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം തകരുന്നത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ മേഖലകളെ തകർക്കുന്ന ഒരു ചങ്ങല പ്രതിപ്രവർത്തനത്തിന് തുടക്കം കുറിക്കും. സഹായങ്ങൾ നിൽക്കുന്നത് പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രം എന്ന അവസ്ഥയിലേക്ക് വേഗത്തിലെത്തിക്കും. ശത്രുക്കളുടെ വിമാനങ്ങൾക്ക് അഭയം നൽകുന്നതിലൂടെ സ്വന്തം രാജ്യത്തിൻ്റെ ഭാവി തന്നെയാണ് പാകിസ്ഥാൻ പണയപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കുള്ള അല്പമാത്രമായ വിശ്വസ്തത കൂടി ഇല്ലാതാക്കുന്ന ഈ നീക്കം പാകിസ്ഥാന്റെ തകർച്ചയുടെ ആക്കം കൂട്ടുമെന്നത് തീർച്ചയായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന,
ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.